Students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് ഓപ്പറേഷൻസ് ഓൺ അറേസ് ആണ്. ഓപ്പറേഷൻസ് ഓൺ അറേസ് അതിനകത്ത് നമ്മൾ നോക്കി അറേ ട്രാവേഴ്സൽ, സോർട്ടിംഗ്, രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓപ്പറേഷനാണ് സെർച്ചിങ്. Searching is the process of finding the location of an element in the array. ഒരു അറേക്കകത്തുള്ള എലമെൻറ്റിൻ്റെ ലൊക്കേഷനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് finding the location of an element in the array. It's a process of finding the location of an element in the array. ഒരു അറയ്ക്കകത്തുള്ള ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രണ്ട് സെർച്ചിങ് മെത്തേഡാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ലീനിയർ സെർച്ചും രണ്ട് ബൈനറി സെർച്ചും. ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോവാണ് ലീനിയർ സെർച്ച്. It is a sequential searching method. It is a sequential searching method. That search starts from the first element in the array until the first element from the search starts from the first element to the last element until the desired one is found out. It is a sequential method of searching. It is a sequential method of searching. Here searching starts from the first element. Here searching starts from the first element until the desired one is found. Or the end of the array is reached. Or the end of the array is reached. Here searching starts from the first element of the array. ഇവിടെ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അറേയുടെ ഫസ്റ്റ് എലമെൻറ്റിൽ നിന്നാണ്. ഫസ്റ്റ് എലമെൻറ്റും നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. ഓക്കെ, അത് കഴിഞ്ഞ് സെക്കൻഡ് എലമെൻറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. എതുവരെ നോക്കും? ഒന്നുകിൽ ആ ഐറ്റം ആ ലിസ്റ്റിനകത്ത് ഫൗണ്ട് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി അറേ. എപ്പം ആ ഐറ്റം ഫൗണ്ട് ചെയ്യുമോ അവിടെ വെച്ച് സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യും.
ഫൗണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എതുവരെ സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യും? അറ്റ് ദ എൻഡ് ഓഫ് ദി ലിസ്റ്റ് മീൻസ് അറേ വരെ, അറ്റ് ദ എൻഡ് ഓഫ് ദി അറേ വരെ ഈ സെർച്ചിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതാണ് സീക്വൻഷ്യൽ മെത്തേഡാണ്. ആദ്യം ആദ്യത്തെ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. അറേക്കകത്തുള്ള ആദ്യത്തെ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റം ആണോ നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെയാണ് പോകുന്നത്. എതുവരെ പോവും? ഒന്നുകിൽ ആ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ഫൗണ്ട് ആവുന്നത് വരെ, കണ്ടെത്തുന്നത് വരെ, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി അറേ, ലാസ്റ്റ് എലമെൻറ്റ്, ആ അറേയുടെ ലാസ്റ്റ് എലമെൻറ്റ് വരെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇതാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സീക്വൻഷ്യൽ പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ്സ് എ സീക്വൻഷ്യൽ പ്രോസസ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് ലീനിയർ സെർച്ച്. നിങ്ങൾക്ക് ലീനിയർ സെർച്ചിൻ്റെ അൽഗോരിതവും പറയുന്നുണ്ട്, പ്രോഗ്രാമും പറയുന്നുണ്ട്. അൽഗോരിതമാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. പ്രോഗ്രാം നിങ്ങൾക്ക് തൽക്കാലം ഇപ്പം ഫസ്റ്റ് ഇയറിൽ പ്രോഗ്രാം അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോക്കസ് പോയിൻ്റ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ പ്രോഗ്രാമിലേക്ക് പോകുന്നില്ല, ഞാൻ അൽഗോരിതമിലേക്ക് വരികയാണ്. ലീനിയർ സെർച്ച്. അപ്പം ഈ അൽഗോരിതം കൂടെ എഴുതി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ് ആദ്യം. അതുകൊണ്ട് അൽഗോരിതം ഞാൻ പറയും, അതിനനുസരിച്ച് ഞാൻ സ്റ്റെപ്സ് ഇവിടെ വരച്ച് കാണിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ അൽഗോരിതവും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താണ്. അപ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. സ്റ്റെപ്പ് 2 accept a value in n as the number of the elements of the array. ഒരു അറേക്കകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ പറയണം. അത് റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് എൻ എന്നുള്ള വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. അക്സെപ്റ്റ് എ വാല്യൂ ഇൻ എൻ ആസ് ദി നമ്പർ ഓഫ് ദി എലമെൻറ്റ് ഓഫ് ദി അറേ. നമ്പർ ഓഫ് ദി എലമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് എൻ എന്നൊരു വേരിയബിൾ ഉണ്ട്. അതിന് നമ്മളൊരു വാല്യൂ കൊടുക്കാനാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഈ പറയുന്നത്, സ്റ്റെപ്പ് 2 accept a value in n as the number of element of the array. ഓക്കെ, അപ്പം ഞാൻ എന്നിന് വാല്യൂ കൊടുക്കുകയാണ്. n ഈസ് ഈക്വൽ ടു 7 മെമ്മറി ലൊക്കേഷനുള്ള ഒരു അറേ. തേർഡ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3 accept n elements into the array AR. ഇവിടെ അറേയുടെ പേര് AR എന്നാണ്. ഓക്കെ, അപ്പം 7 എലമെൻറ്റ്സ് ഞാൻ അറേയിലേക്ക് ഇൻപുട്ട് ചെയ്യാനാണ് തേർഡ് സ്റ്റെപ്പ് പറയുന്നത്. അക്സെപ്റ്റ് n എലമെൻറ്റ്സ് ഇൻടു ദി അറേ AR. ഓക്കെ, ഈ അറേയുടെ പേരാണ് AR. ഓക്കെ, എന്നിട്ട് അതിനകത്ത് അറേക്ക് പിന്നെ ഉള്ളതാണ് ഇൻഡെക്സ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അറേയുടെ ഇൻഡെക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട്സ് ഫ്രം 0. അപ്പം 0, 1, 2, 3, 4, 5, 6. 0, 1, 2, 3, 4, 5, 6. ഓക്കെ, ഇൻഡെക്സ് ആയി. ഇൻഡെക്സ് പറയുന്ന വേറൊരു പേരാണ് സബ്സ്ക്രിപ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ accept n elements into the array AR. 7 എലമെൻറ്റ്സ് അതിനകത്ത് ഇൻപുട്ട് ചെയ്യാൻ പറയുന്നു. 50, 18, 48, 35, 45,
26 7 എലമെൻറ്റ് ഞാൻ ഇൻപുട്ട് ചെയ്തു. അതാണ് സ്റ്റെപ്പ് 3 പറയുന്നത്. എക്സെപ്റ്റ് n എലമെൻറ്റ്സ് ഇൻ ടു ദി അറേ AR. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 4ലേക്ക് ഞാൻ പോവാണ്. സ്റ്റെപ്പ് 4 പറയുന്നത് accept the value to be searched in the variable item. ഏത് വാല്യൂ ആണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്, അത് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 4 പറയുന്നത്. സ്റ്റെപ്പ് 4 പറയുന്നത് accept the value to be searched in the variable item. ഐറ്റത്തിലേക്ക് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സെർച്ച് ഏത് ഐറ്റമാണോ ഫൗണ്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഐറ്റത്തെയാണോ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് അത് സ്റ്റോർ ചെയ്യാൻ പറയുന്നു. എനിക്കിവിടെ സെർച്ച് ചെയ്യേണ്ടത് 45 എന്ന് പറയുന്ന വാല്യൂ ആണ്. 45 എന്നുള്ള പറയുന്ന വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യും, ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 45 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പായി. എന്നിട്ട് ഒരു വേരിയബിൾ സെറ്റ് ചെയ്യാൻ പറയാം. ലോക്ക് ഈസ് ഈക്വൽ ടു ലോക്ക് -1. ലോക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്താക്കാൻ പറയുന്നു, ലോക്ക് -1 ആക്കാൻ പറയുന്നു. -1 ആക്കാം. ഓക്കെ, അതാണ് 5th സ്റ്റെപ്പ്. സെറ്റ് ലോക്ക് ഈസ് ഈക്വൽ ടു ലോക്ക് എന്നല്ല, ലോക്ക് ഈസ് ഈക്വൽ ടു -1 എന്നാണ്. ലോക്ക് ഈസ് ഈക്വൽ ടു ലോക്ക് എന്നൊരു വേരിയബിൾ ഉണ്ട്. അതിൻ്റെ വാല്യൂ എത്രയായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നു, -1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ലോക്ക് ഈസ് ഈക്വൽ ടു -1. അപ്പം 4ാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു വാല്യൂ ഏതാണ്. ഇവിടെ ഏതാണ് വാല്യൂ, 45 എന്നുള്ള വാല്യൂ ആണ്. ആ 45 എന്നുള്ള വാല്യൂ ഐറ്റം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. 5th സ്റ്റെപ്പ് പറയുന്നത് ലോക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിലേക്ക് -1 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. അപ്പം 5 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 6th സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0th പൊസിഷനാണ്. കാരണം എന്തുകൊണ്ടാണ്, ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് പൊസിഷൻ റിപ്പീറ്റ് സ്റ്റെപ്പ് 7 അണ്ടിൽ ദ ലാസ്റ്റ് എലമെൻറ്റ്. എവിടുന്ന് സെർച്ചിങ് തുടങ്ങാൻ പറയുന്നു, ആദ്യത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0th പൊസിഷൻ. സെർച്ചിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. എവിടെ വരെ പോകണം, അണ്ടിൽ the last element. Repeat step 7. Start from the first position, repeat step 7 until the last element. സ്റ്റെപ്പ് 7 എന്താണോ പറഞ്ഞേക്കുന്നത് ആ പ്രോസസ്സ് ലാസ്റ്റ് എലമെൻ്റ് വരെ കണ്ടിന്യൂ ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, സ്റ്റെപ്പ് 7 എന്താണെന്ന് നോക്കാൻ പോവാണ്. ചെക്ക് വെദർ ദ വാല്യൂ ഇൻ ഐറ്റം ഈസ് ഫൗണ്ട് ഇൻ ദ കറണ്ട് പൊസിഷൻ. If found, then store the position in log and go to step 8, else move to the next position. ഒന്നുകൂടെ വായിക്കുകയാണ്. Check whether the value in item is found in the current position. If found, then store the position in log and go to step 8, else move to ദി നെക്സ്റ്റ് പൊസിഷൻ. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന കറണ്ട് പൊസിഷനിലെ വാല്യൂ ഐറ്റവുമായിട്ട് ഈക്വൽ ആകുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു, ലോക്കിൽ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് സ്റ്റെപ്പ് 8ലേക്ക് പോകാൻ പറയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കറണ്ട് പൊസിഷനിലിരിക്കുന്ന വാല്യൂ ഐറ്റവുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൊക്കേഷനുമായിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അതാണ് ഈ പറയുന്നത്. ചെക്ക് വെദർ ദ വാല്യൂ ഇൻ ഐറ്റം ഈസ് ഫൗണ്ട് ഇൻ ദ കറണ്ട് പൊസിഷൻ. ഈ ഫൗണ്ട്
then store the position in lock and go to step 8, else move to the next പൊസിഷൻ. ആദ്യത്തെ പൊസിഷനിൽ നമ്പർ ആദ്യത്തെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനാണ്. അതും ഐറ്റവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. ഈക്വൽ ആണെങ്കിൽ ആ പൊസിഷൻ എവിടെ സ്റ്റോർ ചെയ്യണം? ലോക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് 8th സ്റ്റെപ്പിലേക്ക് പോകാൻ പറയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? സെർച്ചിന് എങ്ങോട്ട് പോകണം? നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോകണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് AR of 0 ആണ്. AR of 0 ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് AR of 0. AR of 0. AR എന്ന് പറഞ്ഞ അറേയുടെ നെയിം, 0 എന്ന് പറയുന്ന ഇൻഡെക്സ് അല്ലേ? 50 ഈസ് ഈക്വൽ ടു 45 ആണോ? ആണോ? അല്ല. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? മൂവ് ടു ദി നെക്സ്റ്റ് പൊസിഷൻ, അടുത്ത പൊസിഷനിലേക്ക് വരാൻ പറയുന്നു. അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? AR of 1. AR എന്ന് പറഞ്ഞ അറേ നെയിം, 1 എന്ന് പറയുന്നത് ഇൻഡെക്സ്. ഓക്കെ, 18 ഈസ് ഈക്വൽ ടു 45 ആണ്? അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂവ് ടു ദി നെക്സ്റ്റ് പൊസിഷൻ. നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? AR of 2 ആണ്. AR of 2 ആണ്. 48 ഈസ് ഈക്വൽ ടു 55 ആണ്? 48 ഈസ് ഈക്വൽ ടു 45 ആണ്? അല്ല. അല്ലല്ലോ. അല്ലാത്തത് കൊണ്ട് മൂവ് ടു ദി നെക്സ്റ്റ് പൊസിഷൻ. നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ AR of 3. AR of 3. AR of 3 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 35. 35 ഈസ് ഈക്വൽ ടു 45 ആണ്? 35 ഈസ് ഈക്വൽ ടു 45 ആണോ? അല്ല. അല്ലാത്തത് കൊണ്ട് മൂവ് ടു ദി നെക്സ്റ്റ് പൊസിഷൻ. നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് AR of 4. AR of 4. AR of 4 എന്ന് പറയുന്നത് 45 ആണ്. 45 ഈസ് ഈക്വൽ ടു 45 ആണ്. 45 ഈസ് ഈക്വൽ ടു 45 ആണെങ്കിൽ എന്താണ് പറയുന്നത്? ഇപ്പോൾ എന്താണ് ഈ എലമെൻറ്റിൻ്റെ പൊസിഷൻ? പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് അല്ലേ? അത് എവിടെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു? ലോക്ക് എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. ലോക്ക് ഈസ് ഈക്വൽ ടു, അതാണ് 7th സ്റ്റെപ്പ് പറയുന്നത്. പൊസിഷൻ കണ്ടെത്തുന്നവർ അല്ലെങ്കിൽ ആ കറണ്ട് ഐറ്റം അറേക്കകത്തുള്ള ഏതെങ്കിലും ഐറ്റമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് ദ സെർച്ചിങ് ഐറ്റം മാച്ചസ് എനി വൺ ഓഫ് ദി ഐറ്റം ഇൻ ദി അറേ, സേവ് ദ പൊസിഷൻ ടു ദി ലോക്ക്, അല്ലെങ്കിൽ സ്റ്റോർ ദ പൊസിഷൻ ഓഫ് ദി കറണ്ട് ഐറ്റം ടു ദി വേരിയബിൾ ലോക്ക്. അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. ലോക്ക് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, ആൻഡ് ഗോ ടു സ്റ്റെപ്പ് 8. സ്റ്റെപ്പ് 8ലേക്ക് നമ്മൾ കറണ്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചു. 45 കിടക്കുന്നത് 4ാമത്തെ ലൊക്കേഷനാണ്. ഓക്കെ, ഇഫ് ദ വാല്യൂ ഓഫ് ലോക്ക് ഈസ് ലെസ് ദാൻ 0, ദെൻ ഡിസ്പ്ലേ നോട്ട് ഫൗണ്ട്. അതായത് ഈ 45 എന്നുള്ള വാല്യൂ, സപ്പോസ് ഈ 45 എന്നുള്ള വാല്യൂ ഈ അറയ്ക്കകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ലോക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? -1 തന്നെ ആയിരിക്കും അല്ലേ? ലോക്കിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു? ഡിസ്പ്ലേ നോട്ട് ഫൗണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഐറ്റം ഇല്ല. ഇൻ ദിസ് കേസ് സെർച്ച് ചെയ്യുന്ന ഐറ്റം ഉണ്ട്, 45 ഇല്ല എന്ന് കരുതുക. അപ്പോൾ ലോക്കിൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്, ലെസ് ദാൻ 0 ആണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു? നോട്ട് ഫൗണ്ട് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. അല്ലെങ്കിൽ else display the value of log plus 1 as the position of the searched value. ഇപ്പം ലോക്കിന് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഐറ്റം ഇതിനകത്ത് അവൈലബിൾ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, ഇൻ ദിസ് കേസ് അവൈലബിൾ ആണ്, ലോക്കിൻ്റെ വാല്യൂ എത്രയാക്കി? നമ്മൾ 4 ആക്കി. ഇപ്പം ലോക്കിൻ്റെ വാല്യൂ എന്താണ് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പറയുന്നു. അപ്പം ലോക്ക് ഈസ് ഈക്വൽ ടു 5. അപ്പം കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് 5 ആണ്. പൊസിഷൻ ഈസ് ഈക്വൽ ടു 5. ഈ ലോക്ക് പ്ലസ് 1 എന്ന് പറയാൻ കാര്യം നമ്മൾ ഇൻഡെക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 0-ൽ നിന്നാണ് അല്ലേ? പക്ഷേ പൊസിഷൻ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1-ൽ നിന്നാണ് പറയുന്നത്. ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. ഓക്കെ, പക്ഷെ പൊസിഷൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 കൂട്ടാൻ പറയുന്നത്. എന്നാലേ കറണ്ട് ആ 45 എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഞാനിവിടെ എഴുതുകയാണ്, അത് മനസ്സിലാകാൻ വേണ്ടി മാത്രം. 1 2 3 4 5 ഉണ്ടോ? പൊസിഷൻ പറയുന്ന 1-ൽ നിന്ന് തുടങ്ങും, പക്ഷേ ഇൻഡെക്സ് നമ്മൾ എങ്ങനെ പറയുന്നത്? 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റെപ്പിൽ ലോക്കിൻ്റെ പൊസിഷൻ 1 ഇൻക്രീസ് ചെയ്യാൻ പറയുന്നത്. അതാണ് സ്റ്റെപ്പ് 8. ഒന്നുകൂടെ പറയാം. ഇഫ് ദ വാല്യൂ ഓഫ് ലോക്ക് ഈസ് ലെസ് ദാൻ 0, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻ്റ് ഒന്നുമില്ല, അതായത് ലോക്കിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ ഡിസ്പ്ലേ നോട്ട് ഫൗണ്ട്. If the value, else അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് ലോക്ക് പ്ലസ് 1 ആസ് ദി പൊസിഷൻ ഓഫ് ദി സെർച്ച് വാല്യൂ. ഇപ്പോൾ ലോക്കിൻ്റെ വാല്യൂ എന്താണ് കിടക്കുന്നത്? 4 ആണ് പറയുന്നത് അല്ലേ? 4 ആണ് കിടക്കുന്നത്. ഇപ്പം 4 അത് എന്താക്കാൻ പറയുന്നു? 1 കൂട്ടാൻ പറയുന്നു. കാരണം എന്താണ്? ഇൻഡെക്സ് തുടങ്ങുന്നത് 0-ൽ നിന്നാണ്, പക്ഷെ പൊസിഷൻ നമ്മൾ പറയുന്നത് 1-ൽ നിന്നാണ് കൗണ്ട് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് 1 ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ലോക്ക് ഈസ് ഈക്വൽ ടു ലോക്ക് പ്ലസ് 1. ലോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. 4 + 1 5 ആണ്. അപ്പം പൊസിഷൻ എന്ന് പറയുന്നത് 5 ആണ്. സ്റ്റോപ്പ്. ഇതാണ് ലീനിയർ സെർച്ച്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ 1 by 1 ആയിട്ടാണ് കമ്പയർ ചെയ്ത് വന്നത്. ലീനിയർ സീക്വൻഷ്യൽ ഓർഡറിലാണ്. ആദ്യം ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, ഫോർത്ത് എലമെൻറ്റ്, ഫിഫ്ത്ത് എലമെൻറ്റ്, ഇങ്ങനെയാണ് പോയേക്കുന്നത്. ഓക്കെ, എപ്പോൾ കറണ്ട് ഐറ്റം, സെർച്ചിങ് ഐറ്റം ഏതെങ്കിലും അറേ എലമെൻറ്റുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ അവിടെ വെച്ച് നമ്മൾ ആ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ 4ാമത്തെ പൊസിഷൻ, 4ാമത്തെ ഇൻഡെക്സ് വാല്യൂ എത്തിയപ്പം നമ്മൾ ആ പർട്ടിക്കുലർ എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്തു, അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ സേവ് ചെയ്തു. ലോക്ക് ഈസിക്കൽ 4 സേവ് ചെയ്തു. പക്ഷെ പൊസിഷൻ പറയുന്നത് നമ്മൾ എപ്പോഴും +1 ആഡ് ചെയ്താണ് പറയുന്നത്. കാരണം എന്താണ്? ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0 to 0 1 2 3 4 5 6 ആയതുകൊണ്ട്, ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0 ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ലോക്ക് +1 എന്ന് പറയാൻ കാര്യം. അപ്പോൾ ലോക്ക് ഈസിക്കൽ ടു 5. ഓക്കെ, പൊസിഷൻ ലോക്ക് ഈസിക്കൽ ടു 5, പൊസിഷൻ ഈസിക്കൽ ടു 5. സ്റ്റോപ്പ്. ഇതാണ് ലീനിയർ സെർച്ച്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു തവണ നിങ്ങൾക്ക് കണ്ട് അത് മനസ്സിലാകത്തില്ല. ടെക്സ്റ്റ് ബുക്കും കൂടെ എടുത്ത് വെച്ച് 3 or 4 തവണ നിങ്ങൾ ഈ പറയുന്ന ലെക്ചർ നോട്ടും ആൽഗോരിതമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയർ ആവത്തുള്ളൂ. എഴുതി നോക്കണം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, ലീനിയർ സെർച്ച് ഇവിടെ കഴിഞ്ഞു. ഇനി പറയുന്നത് ബൈനറി സെർച്ചാണ്. ബൈനറി സെർച്ച് 2 ടൈപ്പ് ഓഫ് സെർച്ചാണ് ഞാൻ പറഞ്ഞത്, ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. ഇനി പറയാൻ പോകുന്നത് ബൈനറി സെർച്ചാണ്. ബൈനറി സെർച്ച് എന്നതിനകത്ത് ഇവിടെയുള്ള ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി സെർച്ച് ക്യാൻ ബി പെർഫോംഡ് ഓൺലി ഓൺ സോർട്ടഡ് അറേസ്. സോർട്ടഡ് അറേയിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് നടത്താൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് പോയിന്റ് അതാണ്. ബൈനറി സെർച്ച് ക്യാൻ ബി പെർഫോംഡ് ഓൺ സോർട്ടഡ് അറേ. സോർട്ടഡ് അറേ ആണെങ്കിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് പോസിബിൾ ആക്കാൻ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബൈനറി സെർച്ച് ഒന്നി അസെൻഡിങ് ഓർഡറിൽ അറേ സോർട്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആയിരിക്കണം. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ മലയാളത്തിലൊന്ന് അതിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, ബൈനറി സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു 7 എലമെൻ്റ് ഉള്ള ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. Index starts from 0, 1, 2, 3, 4, 5, 6. ഓക്കെ, ആദ്യം ഈ ബൈനറി സെർച്ചിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അറേയുടെ മിഡിൽ കണ്ടുപിടിക്കും. അറേയുടെ മിഡിൽ കണ്ടുപിടിക്കും. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് എന്ന് പറയുന്നത് 6. അപ്പം മിഡിൽ എന്ന് പറയുന്നത് 0 + 6/3 is equal to 3. അപ്പം മിഡിൽ എന്ന് പറയുന്നത് ഈ പൊസിഷൻ. ഓക്കെ, എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് 45 എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ അത് ഞാൻ ഐറ്റം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യും. 45. ഓക്കെ, ഇനി പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോണം. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിലും 45 ഐറ്റം ടു ബി സെർച്ച്ഡ് ഏതാണ്? 45 ആണ്. 45 ആയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, 35 ഈസ് ഗ്രേറ്റർ ദാൻ 45 ആണ്. ആണല്ലോ. മിഡിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് വെച്ചാൽ ലിസ്റ്റ് എന്നാണ് ആരുടെ പേരെന്ന് വെച്ചാൽ. അപ്പം മിഡിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 3 ആണ്. ലിസ്റ്റ് ഓഫ് 3 എന്ന് പറയുന്നത് 35 ആണ്. ഈസ് ഗ്രേറ്റർ ദാൻ 45. ഓക്കെ, is greater than 45 ആണെങ്കിൽ അപ്പർ ഹാഫ് ഇതുതൊട്ട് മിഡിൽ കഴിഞ്ഞിട്ട് വരുന്നത് തൊട്ട് മാത്രമേ സെർച്ചിങ് നടക്കത്തുള്ളൂ. അപ്പർ ഹാഫാണ് സെർച്ചിങ് എടുക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം മിഡില് ഗ്രേറ്റർ ദാൻ 45 ആണെങ്കിൽ, മിഡിൽ എന്ന് പറഞ്ഞാൽ 35 ആൻഡ് 45 ഗ്രേറ്റർ ദാൻ 45 ആണെങ്കിൽ അപ്പർ ഹാഫ് എടുക്കും. 35 കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എടുക്കും. 35 ലെസ് ദാൻ 45 ആണെങ്കിൽ ഇങ്ങോട്ടുള്ള പാർട്ട് എടുക്കും. മിഡിലിൻ്റെ വാല്യൂ സെർച്ച് എലമെന്റിനേക്കാൾ 45 സെർച്ച് എലമെന്റ് എന്ന് പറഞ്ഞായിരിക്കുന്നത് സെർച്ച് എലമെന്റിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ അപ്പർ ഹാഫ് സെർച്ചിങ് നടക്കും. ഇത് കഴിഞ്ഞിട്ട് വരുന്ന മിഡിൽ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് നമ്മൾ സെർച്ചിങ് ചൂസ് ചെയ്യും. ലെസ് ദാൻ സെർച്ച് എലമെന്റ് ആണെങ്കിൽ മിഡില് ഇങ്ങോട്ട് ലെഫ്റ്റ് പാർട്ട് അതായത് ലോവർ പാർട്ട് നമ്മൾ സെർച്ചിങ്ങിന് എടുക്കും. ഡിപ്പെൻഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ മിഡിലാണ് നമ്മൾ അപ്പർ ഹാഫിൽ സെർച്ച് ചെയ്യണോ ലോവർ ഹാഫിൽ സെർച്ച് ചെയ്യണോ നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്.
എപ്പം നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, അതായത് ഒരു അറയെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പകുതി കണ്ടുപിടിച്ച് വരും, മിഡിൽ കണ്ടുപിടിച്ച് വരും. എപ്പം മിഡിൽ വാല്യൂ ഈ സെർച്ച് ഐറ്റമായിട്ട് ഈക്വൽ ആവുമോ അപ്പോൾ നമ്മൾ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾക്ക് അൽഗോരിതം പറയുമ്പോൾ കുറച്ച് ക്ലിയർ ആകും. അതിൻ്റെ പ്രോസസ്സ് എന്നറിയാനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യം നമ്മളൊരു അറേയുടെ മിഡിൽ കണ്ടുപിടിക്കും. മിഡിൽ സെർച്ചിങ് എലമെൻറ്റുമായിട്ട് ഗ്രേറ്റർ ആണെങ്കിൽ അപ്പർ ഹാഫ് റൈറ്റ് സൈഡ് മാത്രം സെർച്ച് ചെയ്യും. ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ അങ്ങ് ഡിസ്കാർഡ് ചെയ്ത് കളയും. ഇങ്ങോട്ട് സെർച്ചിങ് നടക്കത്തില്ല. ലെസ് ആണെങ്കിൽ, മിഡിൽ എലമെൻറ്റ് ലെസ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ലോവർ പാർട്ടിലേക്ക് സെർച്ചിങ് നമ്മൾ നടത്തും. ഇത് റിപ്പീറ്റഡ് ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന മിഡിൽ വാല്യൂ ഐറ്റത്തിന് ഈക്വൽ ആവുമോ അപ്പോൾ നമ്മൾ അവിടെ സെർച്ചിങ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ബൈനറി സെർച്ച്. ഫസ്റ്റ് പോയിന്റ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ബൈനറി സെർച്ച് ക്യാൻ ബി പെർഫോംഡ് ഓൺലി ഓൺ സോർട്ടഡ് അറേസ്. സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറേയിലെ നമുക്ക് ബൈനറി സെർച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്നെങ്കിൽ ആ അറേ അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആയിരിക്കണം. ഓക്കെ, അത് ഈ ബൈനറി സെർച്ചിന് ഡെഫിനിഷൻ ഞാൻ എഴുതാൻ പോവാണ്. ഇവിടെ എന്താണ് ബൈനറി സെർച്ച് ആണ്. ബൈനറി സെർച്ച് ലെങ്തി ആയിട്ടുള്ള ഡെഫിനിഷനാണ്, അതുകൊണ്ട് ഞാൻ എഴുതുകയാണ്, ശ്രദ്ധിച്ചോണം. സെർച്ച് എ സോർട്ടഡ് അറേ. എന്താണ് ബൈനറി സെർച്ചിൽ സംഭവിക്കുന്നത്? സെർച്ച് എ സോർട്ടഡ് അറേ. സോർട്ടഡ് അറേ മീൻസ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ടഡ് ആയിട്ടുള്ള അറേയിൽ നമുക്ക് ബൈനറി സെർച്ച് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോർട്ടഡ് അറേ ബൈ റിപ്പീറ്റഡ്ലി ഡിവൈഡിങ് the search element into half. ഇഫ് സെന്റൻസ് മീൻ ചെയ്യുന്നത് നമ്മൾ കിട്ടിയ അറേ നമ്മൾ രണ്ടായിട്ട് അതിൻ്റെ മിഡിൽ എലമെൻറ്റ് കണ്ടുപിടിച്ച് രണ്ട് ഭാഗമായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യും. അത് ഒന്ന് അപ്പർ ഹാഫും ഒന്ന് ലോവർ ഹാഫും. If the value of the search key is less than, if the value of the search key is less than the item in the middle of the interval. Middle of the interval, searching is performed to lower half. നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റം മിഡിൽ എലമെൻറ്റ് സെർച്ച് ചെയ്യുന്ന ഐറ്റത്തെക്കാളും ലെസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് പാർട്ടിൽ സെർച്ചിങ് നടക്കും? ലോവർ പാർട്ടിൽ സെർച്ചിങ് നടക്കും. സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് മിഡിൽ എലമെൻറ്റിനേക്കാളും ലെസ് ആണെന്നുണ്ടെങ്കിൽ, സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് മിഡിൽ എലമെൻറ്റിനേക്കാളും ലെസ് ആണെന്നുണ്ടെങ്കിൽ ലോവർ പാർട്ടിൽ സെർച്ചിങ് നടക്കും.
ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതർവൈസ് ടു ദി അപ്പർ ഹാഫ്. ഓക്കെ, ലെസ് ആണെങ്കിൽ ലോവർ ഹാഫിലും ഗ്രേറ്റർ ആണെങ്കിൽ അപ്പർ ഹാഫിലുമാണ് സെർച്ചിങ് നടക്കുന്നത്. മിഡിലിനേക്കാളും സെർച്ച് എലമെൻറ്റ് ഗ്രേറ്റർ ആണെങ്കിൽ അപ്പർ ഹാഫ്. ഓക്കെ, മിഡിലിനേക്കാളും സെർച്ച് എലമെൻറ്റ് ലെസ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ഹാഫ്. അതെ, ഇഫ് ദ മിഡിൽ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ദി സെർച്ച്ഡ് വാല്യൂ, if the middle element is equal to the searched value, the position has been found. Has been found. ആണ് പറയുന്നത്. മിഡിൽ എലമെൻറ്റ് എപ്പം സെർച്ച് എലമെൻ്റ് ആയിട്ട് ഈക്വൽ ആകുമ്പോൾ ആ പൊസിഷൻ നമ്മൾ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഐറ്റം നമ്മൾ കണ്ടുപിടിച്ച് ആ പൊസിഷൻ നമ്മൾ സേവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സെർച്ചിങ് എന്ന് പറയുന്ന പൊസിഷനാണ്. നമ്മൾ പൊസിഷൻ നമ്മൾ കണ്ടെത്തുക, അറയ്ക്കകത്ത് ആ എലമെൻറ്റ് എവിടെ ഇരിക്കുന്നത് കണ്ടെത്തുക, അതാണ് നമ്മൾ സെർച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ് ദ പൊസിഷൻ ഹാസ് ബീൻ ഫൗണ്ട്. എതുവരെ ചെയ്യണം? ഒന്നെങ്കിൽ ആ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നവരെ ചെയ്യണം, അല്ലെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് അണ്ടിൽ ദ ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ. ഓക്കെ, അതാണ് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് അതാണ് പറയുന്നത്. റിപ്പീറ്റഡ്ലി ചെക്ക് അണ്ടിൽ ദ വാല്യൂ ഈസ് ഫൗണ്ട്. റിപ്പീറ്റഡ്ലി ചെക്ക് until the value is found. Or the interval is empty. Or the interval is empty. ഒന്നുകിൽ ആ പൊസിഷൻ ആ അറയ്ക്കകത്തുള്ള എലമെൻറ്റ് ഫൈൻഡ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് ആ അറയുടെ ലാസ്റ്റ് എലമെൻറ്റ് വരെ, ആ പാർട്ട് ഓഫ് അറയുടെ ലാസ്റ്റ് എലമെൻറ്റ് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, എന്താ പറയാം, നമ്മളൊരു അറ എടുക്കുന്നു, അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കുന്നു. മിഡിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ മിഡിൽ എലമെൻറ്റ് ഈ സെർച്ചിങ് എലമെൻറ്റ് മിഡിലിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അപ്പർ ഹാഫിൽ അറയുടെ അപ്പർ ഹാഫ് നമ്മൾ സെർച്ച് ചെയ്യും. ലെസ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ഹാഫ് നമ്മൾ സെർച്ച് ചെയ്യും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എതുവരെ കണ്ടിന്യൂ ചെയ്യും? അണ്ടിൽ ദ മിഡിൽ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ദി സെർച്ച് എലമെൻറ്റ്. മിഡിൽ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. എപ്പം മിഡിൽ എലമെൻറ്റ് സെർച്ച് എലമെൻറ്റ് ഈക്വൽ ആകുമോ അവിടെ വെച്ച് നമ്മൾ അതിൻ്റെ പൊസിഷൻ ഫൈൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് സെർച്ചിങ് അവസാനിക്കും. ഇതാണ് ഈ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ അൽഗരിതം പഠിക്കാൻ പോവാണ്. നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഉള്ളതാണ്. അൽഗരിതത്തെക്കാളും പഠിപ്പിക്കാൻ എനിക്ക് എളുപ്പം പ്രോഗ്രാമാണ്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഇതുവരെ നിങ്ങൾ ലാബ് പോലും കാണാത്തതുകൊണ്ടാണ് അവർക്ക് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് അവർ പഠിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പം പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഡിസ്കാർഡ് ചെയ്ത് കളയുന്നത്, പ്രോഗ്രാംസ് ഡിസ്കാർഡ് ചെയ്ത് കളയുന്നത്. പക്ഷേ അൽഗരിതം ഡിസ്കാർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അൽഗരിതം ലെവലിൽ പോകുന്നത്. ഓക്കെ, അപ്പം ബൈനറി സെർച്ച് അതിൻ്റെ അൽഗരിതം എഴുതാൻ പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ അൽഗരിതവും ഇതും കൂടി എനിക്ക് ഒരുമിച്ച് ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. അൽഗരിതം ഞാൻ പറയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. ആ സ്റ്റെപ്പ് ഞാൻ പടം വരച്ച് കാണിക്കാം. അതിൽ ഫസ്റ്റ്
സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. എല്ലാ അൽഗോരിതത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് എന്നാണ്. അടുത്ത accept a value in max as the number of element of the array. നേരത്തെ നമ്മൾ പറഞ്ഞു എന്നിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് മാക്സ്. അപ്പോൾ അറേക്കകത്ത് എത്ര എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മാക്സ് എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ്. ബൈനറി സെർച്ചാണ്. മാക്സ് ഈസ് ഈക്വൽ ടു 7 എലമെൻ്റ് ഉള്ള ഒരു അറേ. തേർഡ് സ്റ്റെപ്പ് accept max elements into the array list. നമ്മൾ 7 എലമെൻ്റുള്ള അറേയാണ്. ആ അറേയിലേക്ക് 7 എലമെൻ്റ് ഇൻപുട്ട് ചെയ്യാനാണ് പറയുന്നത്. ആ അറേയുടെ പേരാണ് ലിസ്റ്റ്. ഈ അറേയുടെ പേരാണ് ലിസ്റ്റ്. ഓക്കെ. 0 1 2 3 4 5 6 ആണ് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. ഓക്കെ. എന്നിട്ട് വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറയുന്നത് 21 28 33 21 28 33 35 45 58 35 45 58 61 21 28 33 35 35 45 58 61. ഓക്കെ. അടുത്ത പറയുന്നത് സ്റ്റെപ്പ് 4 പറയുന്നത് ഇതാണ്. accept the value to be searched in the variable item. ഏത് വാല്യൂവിനെയാണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. ഞാനിവിടെ 45 എന്നുള്ള വാല്യൂ ആണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഐറ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഐറ്റം ഈസ് ഈക്വൽ ടു 45. ഐറ്റം ഈസ് ഈക്വൽ ടു 45. സ്റ്റെപ്പ് 5 store the position of the first element of the list in first and the last element in last. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ ഈ ലിസ്റ്റ് എന്ന് പറയുന്ന അറേയുടെ ആദ്യത്തെ പൊസിഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറയും. അതുപോലെ ലാസ്റ്റ് പൊസിഷൻ ലാസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. അപ്പം ഫസ്റ്റ് വേരിയബിളിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് 0 ആണ് അല്ലേ. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ലാസ്റ്റ് ഈസ് ഈക്വൽ ടു 6. ലാസ്റ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ. അടുത്ത പറയാണ് repeat step 7 to 11 while first is less than or equal to last. First is less than or equal to last. 7 തൊട്ട് 11 വരെയുള്ള സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നു. അവിടെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. while first is less than or equal to last. ഫസ്റ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് ആകുന്നത് വരെ 7 8 9 10 11 വരെയുള്ള സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പറയുക. ഓക്കെ. അതാണ് 6th സ്റ്റെപ്പ്. ഓക്കെ. റിപ്പീറ്റ് സ്റ്റെപ്പ് 7 to 11 while first is less than or equal to last. ഫസ്റ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് ആണെങ്കിൽ 7 തൊട്ട് 11 വരെയുള്ള സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയാണ്. സ്റ്റെപ്പ് 7 പറയുകയാണ്. Find the middle portion using the formula first plus last by 2 and store it in middle. അപ്പം നമുക്ക് അടുത്ത നെക്സ്റ്റ് മിഡിൽ വാല്യൂ ഇല്ലേ, മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റും ലാസ്റ്റും കൂടെ വാല്യൂ ആഡ് ചെയ്തതിന് ശേഷം 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതാണ് പറയുന്നത്.
Thus finding the value of middle. From middle is equal to first plus last by 2. That is equal to first എന്ന് പറയുന്നത് 0, ലാസ്റ്റ് എന്ന് പറയുന്നത് 6. 0 plus 6 by 2 is equal to 3. Okay, middle is equal to 3. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ മിഡിൽ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അതായത് ലിസ്റ്റ് ഓഫ് 3 ആണ് മിഡിൽ. ഈസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് 3. അത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് അടുത്തൊരു ഡയഗ്രം ഞാൻ വരയ്ക്കുകയാണ്. ആസ് ഫാസ്റ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ്. ഐട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ മിഡിൽ കണ്ടുപിടിച്ചു. മിഡിൽ ഈസ് ഈക്വൽ ലിസ്റ്റ് ഓഫ് 3 ആണ്. ഓക്കെ, Zero, 1, 2, 3, 4, 5, 6, 21, 28, 33, 35, 45, 58, 61. List of 3. ഇപ്പോൾ മിഡിൽ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2. അപ്പോൾ 0 plus 6 by 2 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ലിസ്റ്റ് ഓഫ് 3 ആണ് മിഡിൽ. ലിസ്റ്റ് ഓഫ് 3 എന്ന് പറയുന്നത് ഇവിടെയാണ് ഞാൻ ഇതിൻ്റെ ഇതാണ് ഇവിടെ എഴുതാൻ പോകുന്നത് കേട്ടോ. ലിസ്റ്റ് ഓഫ് 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 35 ആണല്ലേ. ഈസ് ഈക്വൽ ടു 35. 8ഉം 9ഉം സ്റ്റെപ്പ് ഞാനൊന്ന് വായിക്കാം. 10ഉം 15 സ്റ്റെപ്പ് വായിക്കുകയാണ്. Compare the search value in item with the element at the middle of the list. Compare the search item in the item with the element of the middle in the list. List of 3 എന്ന് മിഡിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 3 ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 35. 35ഉം 45ഉം ആയിട്ട് കമ്പയർ ചെയ്യാം. ഐറ്റം എന്ന് പറയുന്നത് 45. ഓക്കെ, അടുത്ത if the middle elements contain the search element in the item, then stop search, display the position and go to step 12. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച മിഡിൽ കിടക്കുന്ന ഐറ്റം ഈസ് ഈക്വൽ ടു മിഡിൽ കിടക്കുന്ന ഐറ്റം ഈസ് ഈക്വൽ ടു സെർച്ച് ഐറ്റം ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണ്. പക്ഷേ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 35 ആണ് മിഡിൽ കിടക്കുന്ന എലമെന്റ് അല്ലേ. 35 ഈസ് ഈക്വൽ ടു 45 ആണോ? അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സ്റ്റെപ്പ് 9 പറയാം. ഇഫ് ദ സെർച്ച് എലമെന്റ് ഈസ് സ്മോളർ ദാൻ ദ മിഡിൽ എലമെന്റ്, ഇഫ് ദ സെർച്ച് എലമെന്റ് ഈസ് സ്മോളർ ദാൻ ദ മിഡിൽ എലമെന്റ്, then set last is equal to middle minus 1. അതായത് സെർച്ച് എലമെന്റ് മിഡിൽ എലമെന്റിനേക്കാളും സ്മോളർ ആണെങ്കിൽ സെറ്റ് ലാസ്റ്റ് ഈസ് ഈക്വൽ, ലാസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ വേരിയബിളിൻ്റെ വാല്യൂ എന്താക്കാൻ പറയുന്നു? ഈസ് ഈക്വൽ ടു മിഡിൽ മൈനസ് 1 ആണ് സ്റ്റെപ്പ് 10. സ്റ്റെപ്പ് 11 പറയുന്നത് എന്താണ്? ഇഫ് ദ സെർച്ച് വാല്യൂ ഈസ് ലാർജർ ദാൻ ദി മിഡിൽ എലമെന്റ്, ഇഫ് ദ സെർച്ച് എലമെന്റ് ഈസ് ലാർജർ ദാൻ ദി മിഡിൽ എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറയുന്നു? ദെൻ സെറ്റ്
ഫസ്റ്റ് ഈസ് ഈക്വൽ ടു മിഡിൽ പ്ലസ് 1. ഫസ്റ്റിൻ്റെ വാല്യൂ എന്താക്കാൻ പറയുന്നു? മിഡിൽ പ്ലസ് 1 ആക്കാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് സെർച്ച് എലമെൻ്റ് എത്രയാണ്? 45 ആണ് അല്ലേ? അപ്പോൾ 45 ഈസ് ഗ്രേറ്റർ ദാൻ 35 ആണല്ലോ, ആണ് അല്ലേ? മിഡിൽ എലമെൻ്റ് എത്രയാണ്? 35 ഈസ് ഗ്രേറ്റർ ദാൻ 45 അല്ലേ? 45 ഈസ് ഗ്രേറ്റർ ദാൻ 35. സെർച്ച് എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ, ലാർജർ ദാൻ മിഡിൽ എലമെന്റ് ആണ് ഇൻ ദിസ് കേസ്. ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറയുന്നത്? സ്റ്റെപ്പ് 10. സ്റ്റെപ്പ് 11 എന്ത് ആണെങ്കിൽ ഫസ്റ്റ് ഈസ് ഈക്വൽ ടു മിഡിൽ പ്ലസ് 1. ഫസ്റ്റ് എന്താക്കാൻ പറയുന്നു? ഫസ്റ്റ് ഈസ് ഈക്വൽ ടു മിഡിൽ പ്ലസ് 1. മിഡിൽ പ്ലസ് 1 എന്ന് പറയുന്നത് മിഡിലിൻ്റെ വാല്യൂ എത്രയാണ്? 3 അല്ലേ? is equal to 3. അപ്പോൾ ഫസ്റ്റ് is equal to 3 plus 1 4 കോമ ലാസ്റ്റ് is equal to എത്രയാണ്? 6. ആദ്യം നമ്മൾ മിഡിൽ കണ്ടുപിടിച്ചിട്ട് ഒരു കമ്പാരിസൺ നടത്തും. സെർച്ചിങ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ 35, ഗ്രേറ്റർ ദാൻ ദി മിഡിൽ എലമെൻ്റ് ആണോ നോക്കും. ഇൻ ദിസ് കേസ് ആണെങ്കിൽ സ്റ്റെപ്പ് 11 ചെയ്യാനാണ് പറയുന്നത്. സ്റ്റെപ്പ് 11 എന്തോ ആക്കാൻ പറയുന്നു? സ്റ്റെപ്പ് 11 എന്തോ ആക്കാൻ പറയുന്നു? സ്റ്റെപ്പ് 11 മീൻസ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് 11 ആണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താക്കാൻ പറയുന്നു? മിഡിൽ പ്ലസ് 1 ആക്കാൻ പറയുന്നു. ഫസ്റ്റിൻ്റെ വാല്യൂ മിഡിൽ പ്ലസ് 1 ആക്കാൻ പറയും. ഫസ്റ്റ് ഈസ് ഈക്വൽ ടു 4 ആൻഡ് ലാസ്റ്റ് ഈസ് ഈക്വൽ ടു 6. 6 പഴയ വാല്യൂ തന്നെ, അതായത് അപ്പർ ഹാഫിൽ സെർച്ചിങ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 35 കഴിഞ്ഞിട്ട് അപ്പർ ഹാഫിൽ സെർച്ചിങ് നടത്താനാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് മിഡിൽ കണ്ടുപിടിക്കണം. ഇത്രയും ഭാഗം വേണ്ട, ഇവിടുന്ന് എനിക്ക് ഇപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് 4th ആയി, ലാസ്റ്റ് എന്ന് പറയുന്നത് 6th ആയി. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് 4th ആയി, ലാസ്റ്റ് എന്ന് പറയുന്നത് 6th ആയി. ഇനിയും ഞാൻ മിഡിൽ കണ്ടുപിടിക്കുകയാണ്. അടുത്ത മിഡിൽ കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് ആണല്ലോ. 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണല്ലോ, ആണ്. എപ്പം പറയണം, എന്നിട്ട് നമ്മൾ മിഡിൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം വേണ്ട, ഇത്രയും ഭാഗം മതി. ഓക്കെ, അപ്പം ഞാൻ ഇത് വരച്ചിട്ട് ഞാൻ എഴുതാം. ട്വൻറ്റി 1, 28, 33, 35, 45, 58, 61. അപ്പോൾ എനിക്ക് ഇത്രയും പാർട്ട് വേണ്ട. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് 4ഉം ലാസ്റ്റ് എന്ന് പറയുന്നത് 6ഉം ആണ് അല്ലേ? ഇതാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ഇവിടെ എഴുതാം. ഇതിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ എഴുതാൻ പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈസ് ഈക്വൽ ടു 4, last is equal to 6. ഫസ്റ്റ് ഈസ് ഈക്വൽ ടു 4 ആൻഡ് ലാസ്റ്റ് ഈസ് ഈക്വൽ ടു 6. പിന്നെ എനിക്ക് മിഡിൽ എലമെന്റ് കണ്ടുപിടിക്കണം. അപ്പം മിഡിൽ എന്ന് പറയുന്നത് is equal to first plus last by 2. അപ്പം 4 plus 6 by 2.
എത്ര വാല്യൂ കിട്ടും? 5. ഓക്കെ, 5 ആണ്. അപ്പം മിഡിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 5. ലിസ്റ്റ് ഓഫ് 5 ആണ് മിഡിൽ എലമെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 58. 58ഉം 45ഉം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. 55ഉം 48ഉം ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പം 45 ഈസ് ലെസ് ദാൻ 58 അല്ലേ? 45 ഈസ് ലെസ് ദാൻ 58 ആണ്. അപ്പം 45 ഈസ് ലെസ് ദാൻ 58. ഇതാണ് ഇവിടെ എഴുതുന്നത്. ഇതിൻ്റെ ഇതാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. 45 ഈസ് ലെസ് ദാൻ 58 ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 10 ചെയ്യാനാണ് പറയുന്നത്. സ്റ്റെപ്പ് 10 അൽഗോരിതത്തിലെ സ്റ്റെപ്പ് 10 എന്താ പറയുന്നത്? If the search value is smaller than the middle element, then set last is equal to middle minus 1. Then set last is equal to middle minus 1. ഫസ്റ്റ് എന്ത് തന്നെയാണ്? അത് ഫസ്റ്റ് എന്ന് പറയുന്നത് പഴയ വാല്യൂ തന്നെയാണ്. ഫസ്റ്റ് ഈസ് ഈക്വൽ ടു 4. ലാസ്റ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് മിഡിൽ മൈനസ് 1 ആണ്. മിഡിൽ മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 4. അപ്പം ലാസ്റ്റിന്റെ വാല്യൂ ഫസ്റ്റിന്റെ വാല്യൂ 4 തന്നെയാണ്. കാരണം എന്താണ്? നമ്മൾ 45 നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് 58നേക്കാളും ലെസ് ആയതുകൊണ്ട്. ഓക്കെ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എലമെന്റ് മിഡിൽ മൈനസ് 1 ആകും. ലാസ്റ്റ് എലമെന്റ് വാല്യൂ മിഡിലിനേക്കാളും ഒന്ന് കുറയ്ക്കാൻ പറയുന്നു. എന്നിട്ട് 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 4. മിഡിൽ ലാസ്റ്റ് എലമെന്റ് വാല്യൂ 4 ആയി. ഓക്കെ, ഇനി നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ലെസ് ദാൻ 58 ആണ്. ലെസ് ദാൻ 58 ആണ് അല്ലേ? 45 ലെസ് ദാൻ 58 ആണ്. 58 ആയതുകൊണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, മിഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ സെർച്ചിങ് നടക്കുന്നത്. മിഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം ഞാൻ സെർച്ചിങ് നടത്തേണ്ടത്. ലോവർ ഹാഫിൽ വേണം ഞാൻ സെർച്ചിങ് നടത്തേണ്ടത്. പിന്നെ എനിക്ക് മിഡിൽ കണ്ടുപിടിക്കണം. ഉണ്ടോ? നമ്മൾ പറയാം മിഡിലാണ് എനിക്ക് വേണം. എപ്പോഴാണ് മിഡിൽ എലമെൻറ്റിൻ്റെ വാല്യൂ സെർച്ച് എലമെൻറ്റുമായിട്ട് ഈക്വൽ ആവും, അപ്പോൾ നമ്മൾ സെർച്ചിങ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത നമ്മൾ ചെയ്ത് തേർഡ് ഇത് നമ്മൾ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് സെർച്ചിങ്, സെക്കൻഡ് സെർച്ചിങ്, അടുത്ത തേർഡ് സെർച്ചിങ്. First is equal to 4, last is equal to 4. First is equal to 4, last is equal to 4. Okay, and 21, 28, 33, 35, 45, 58, 61. 58, 61. അപ്പം തേർഡ് ഐട്രേഷൻ, സെക്കൻഡ് ഐട്രേഷൻ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു അറിയും. ഇനി എനിക്ക് ലെഫ്റ്റ് പാർട്ട് അല്ലേ, ഇനി ലെഫ്റ്റ് പാർട്ട് ലോവർ പാർട്ടാണ് എനിക്ക് ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഈസ് ഈക്വൽ ടു 4, ലാസ്റ്റ് ഈസ് ഈക്വൽ ടു 4. എനിക്ക് മിഡിൽ കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 4. അപ്പോൾ 4 പ്ലസ് 4 ബൈ 2.
മിഡിലിൻ്റെ വാല്യൂ 4 + 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പം മിഡിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 4 ആണ്. ലിസ്റ്റ് ഓഫ് 4 എന്ന് പറയുന്നത് 45 ആണ്. ലിസ്റ്റ് ഓഫ് 4 ഈസ് 45. 4 + 4/2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കാം. മിഡിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 4 ആണ്. ഈസ് ഈക്വൽ ടു 45. കമ്പയർ ചെയ്യും, ഐറ്റമും മിഡിലുമായിട്ട് കമ്പയർ ചെയ്യും. ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ദിസ് കേസ് ഈക്വൽ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണ്. ഐറ്റം മീൻസ് ഈക്വൽ ടു മിഡിൽ. മിഡിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 4 ആണ്. അപ്പം 45 ഈസ് ഈക്വൽ ടു 45. നമ്മൾ ആ പർട്ടിക്കുലർ എലമെൻ്റ് ഫൈൻഡ് ചെയ്യും. ഈസ് അറ്റ് പൊസിഷൻ 4 + 1. പൊസിഷൻ പറയുമ്പോൾ 1 ആണ്. കാരണം എന്താണ്, ഇൻഡെക്സ് 0 ആയതുകൊണ്ടാണ്. അപ്പം ഓസ് ഈസ് ഈക്വൽ ടു 4 + 1 ഈസ് ഈക്വൽ ടു. പൊസിഷൻ നമ്മൾ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അൽഗോരിതത്തിൽ അത് പറയുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും ഭാഗമേ പറയുന്നുള്ളൂ. ഓക്കെ, പൊസിഷൻ ഈസ് ഈക്വൽ ടു 5. സ്റ്റോപ്പ്. ഇതാണ് ബബിൾ സോർട്ടിങ്. ബൈനറി സെർച്ച്. ബൈനറി സെർച്ച്. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുകയാണ്. ഒരു തവണ നിങ്ങളത് കണ്ട് മനസ്സിലാവത്തില്ല. 2-3 തവണ നിങ്ങളത് എടുത്ത് വെച്ച് വായിച്ച് നോക്കി ഈ ലെക്ചർ നോട്ടും കൂടെ ബുക്കും കൂടെ തുറന്ന് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഓൺലൈൻ ലേണിംഗ് ആയതുകൊണ്ട് നമുക്ക് റിയൽ ടൈം ഇൻട്രാക്ഷൻ പോസിബിൾ അല്ല. നിങ്ങൾ നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തൊരു ചെറിയൊരു പോർഷനാണ്, അതും കൂടെ എടുത്തങ്ങ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. 2 ഡൈമെൻഷണൽ അറേ. 2 ഡൈമെൻഷണൽ അറേ. ടു ഡൈമെൻഷണൽ അറേ. 2D എന്ന് പറയും. A 2-dimensional array is an element. Array is an array in which each element itself is an array. ഒരു അറേക്കകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ ഒരു അറേ ആയിരിക്കും. ഒരു അറേ അല്ലെങ്കിൽ ഒരു അറേക്കകത്ത് വേറൊരു അറേ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 2 ഡൈമെൻഷണൽ അറേ എന്ന് പറയും. A 2-dimensional array is an array in which each element itself is an array. Is an array in which each element itself is an array. ഒരു അറേക്കകത്ത് വേറൊരു അറേ വരികയാണെങ്കിൽ അതിനെ നമ്മൾ 2 ഡൈമെൻഷണൽ അറേ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു അറേക്കകത്തുള്ള എലമെൻ്റ് എല്ലാം വേറൊരു അറേ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 2 ഡൈമെൻഷണൽ അറേ എന്ന് പറയും. അപ്പോൾ ആ 2 ഡൈമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഡേറ്റ ടൈപ്പ് ഡിക്ലറേഷൻ ഓഫ് 2 ഡൈമെൻഷണൽ അറേ ആണ്. ഡേറ്റ ടൈപ്പ് അറേ നെയിം റോ കോളം. ഇതാണ് അതിൻ്റെ ജനറൽ സിൻടാക്സ്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ അതിന് എക്സാമ്പിൾ എഴുതുകയാണ്. ഇൻറ്റ് ഡേറ്റ ടൈപ്പ് ഇൻറ്റ് അറേ നെയിം AR ഓഫ് 2/2 എന്ന് ഞാനിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ ഇതൊരു അറേ ഡിക്ലറേഷൻ, 2 ഡൈമെൻഷൻ അറേ ഡിക്ലറേഷനാണ്.
2 റോയുള്ള ഉണ്ട്, 2 റോ 2 കോളമുള്ള ഒരു 2 ഡൈമെൻഷണൽ അറേ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. 0 1 0. ഓക്കെ, ഈ അറേയുടെ പേരാണ് എ. വേറൊരു അറേ ഡിക്ലെയർ ചെയ്യാണ്. int AR1 of 3/2. ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? 3 റോ 2 കോളം, 3 റോ 2 കോളം. അപ്പം 0 1 2. ഇവിടെ ഇൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തന്നെയാണ്. 0 1 AR. ഓക്കെ, ഈ പർട്ടിക്കുലർ പൊസിഷൻ എന്ന് പറയുന്നത് 0 ഓഫ് 0. ഈ പർട്ടിക്കുലർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 ഓഫ് 1. ആദ്യം റോ പറയും, പിന്നെ കോളം പറയും. ആദ്യം റോയുടെ സബ്സ്ക്രിപ്റ്റ് പറയും, പിന്നെ കോളത്തിന്റെ സബ്സ്ക്രിപ്റ്റ് പറയും. ഓക്കെ, അടുത്ത 1 ഓഫ് 0, 1 ഓഫ് 1, 1, 1. അടുത്ത 2, 0, 2, 1. ഇതാണ് പൊസിഷൻ. ഓക്കെ, നമുക്ക് 2 ഡൈമെൻഷണൽ അറേ അല്ലെങ്കിൽ 2 ഡൈമെൻഷണൽ അറേ നമുക്ക് മാത്സിലെ മെട്രിക്സുമായിട്ട് കമ്പയർ ചെയ്യാം. സിമിലർ ആണ്. മാത്സിലെ മെട്രിക്സും ഈ 2 ഡൈമെൻഷണൽ അറേ എന്ന് പറയുന്നത് സിമിലർ ആണ് അല്ലേ? ഇത് നോക്കുവാണെങ്കിൽ എന്താണ്? 3/2 മെട്രിക്സ് ആണ്. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് മെട്രിക്സ്. 3/2 മെട്രിക്സ് ആണ്. 3 റോ 2 കോളം. ഇവിടെ നോക്കി 2/2 മെട്രിക്സ് ആണ്. 2 റോ 2 കോളം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഡൈമെൻഷണൽ അറേ മെട്രിക്സുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും. സിമിലർ ആണ്, രണ്ടും സിമിലർ തന്നെയാണ്, പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ മെട്രിക്സിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതും വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നതും ഔട്ട് ചെയ്യുന്നതും പിന്നെ 2 മെട്രിക്സ് തമ്മിൽ സം ചെയ്യാനും പ്രോഡക്റ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനകത്തൊന്നും പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഡിസ്കാർഡ് ചെയ്തേക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പോയാലും പ്രയാസമാണ്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പഠിക്കാത്തതുകൊണ്ട്, ചെയ്ത് നോക്കാത്തതുകൊണ്ട് നിങ്ങൾക്കത് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് അവർ പ്രോഗ്രാമിംഗ് ലെവൽ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രോഗ്രാംസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് 4/4 4/4 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ 4/4 അറേ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 4 റോയും 4 കോളവും വരും. 1 2 3 4. 0 1 2 3 0 1 2 3. ഇതാണ് 4/4 മെട്രിക്സ് ആണ്. ഇപ്പോൾ 2 ഡൈമെൻഷൻ അറേ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഒരു മെട്രിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത പറയുന്നത് മെമ്മറി കൺസ്യൂംഡ് ബൈ എ 2 ഡൈമെൻഷൻ അറേ. മെമ്മറി കൺസ്യൂംഡ് ബൈ എ 2 ഡൈമെൻഷണൽ അറേ. അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫോർമുല പറയുന്നുണ്ട്. മെമ്മറി കൺസ്യൂം ടോട്ടൽ ബൈറ്റ്സ് ടേക്കൺ ബൈ എ 2 ഡൈമെൻഷണൽ അറേ. അത് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ്. Size of data type into number of rows into number of columns. Size of data type into number of rows into number of columns. For example, int AR of 4 of 5, 4 റോ 5 കോളം. ഓക്കെ, ഇതിൻ്റെ എടുക്കുന്ന മെമ്മറി എന്ന് പറയുന്നത് സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ്. സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ?
4 ആണ്. ഇതിൻ്റെ റോസ് എത്രയാണ്? 4 അല്ലേ? ഇൻറ്റു നമ്പർ ഓഫ് റോസ് ഇൻറ്റു 4 ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ എത്ര? 5 ആണ്. അപ്പോൾ 4 ഇൻറ്റു 4 എത്രയാണ്? 16. 16 ഇൻറ്റു 5 എത്ര വരും? 90 അല്ലേ? 80. 16 ഇൻറ്റു 5 80 വരും. 80 ബൈറ്റ്സ് മെമ്മറി ആണ് ഈ AR എന്ന് പറയുന്ന 2 ഡയമെൻഷൻ അറേ എടുക്കുന്ന ടോട്ടൽ സൈസ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് തിയറിറ്റിക്കൽ ഇത്രയും അതിനകത്ത് പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ മെട്രിക്സിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതും 2 മെട്രിക്സ് തമ്മിൽ സം ചെയ്യാനും പ്രോഡക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രോഗ്രാംസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇങ്ങനത്തെ കോവിഡ് ആയതുകൊണ്ട് ആ പോർഷനൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനും അത് ഡിസ്കാർഡ് ചെയ്ത് കളയുകയാണ്. പക്ഷേ എങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം കൂടെ 3Dയും കൂടെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. 3 ഡയമെൻഷൻ അറിയാം. അത് ജസ്റ്റ് തിയറിറ്റിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് 3D അറിയാം. 3 ഡയമെൻഷൻ അറിയാം. 3 ഡയമെൻഷൻ അറിയാം. Each element of a two-dimensional array may be an another array. ഒരു 2 ഡയമെൻഷൻ അറേക്ക് അകത്തുള്ള എലമെൻ്റ് എല്ലാം തന്നെ വേറൊരു അറേ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ 3 ഡയമെൻഷൻ അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഈച്ച് element of a 2D array may be an another array. May be another array. ഓക്കെ, ഒരു 2 ഡയമെൻഷണൽ അറേക്കകത്ത് വേറൊരു അറേയും കൂടെ വന്നു കഴിഞ്ഞാൽ അതെന്തായി? 3 ഡയമെൻഷണൽ അറേ. അതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ്, അറേ നെയിം, size 1, size 2, size 3. size 1, size 2, size 3. For example, int AR of 10, 5, 3. അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ആദ്യത്തെ എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് AR of 0, 0, 0 ഫസ്റ്റ് എലമെൻറ്റ്. ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് AR of 9, 4, AR of 9, 4, 2. ടോട്ടൽ എത്ര എലമെൻറ്റ്സ് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് is equal to 10 into 5 into 3. That is equal to 150 elements ഉണ്ടായിരിക്കും. ഒരു 2 ഡയമെൻഷണൽ അറേക്കകത്ത് വേറൊരു അറേ വന്നു കഴിഞ്ഞാൽ അതിനെ 3 ഡയമെൻഷണൽ അറേ എന്ന് പറയും. അതിൻ്റെ ജനറൽ സിൻടാക്സ് ഡേറ്റ ടൈപ്പ് അറേ നെയിം, size 1, size 2, size 3. size 1, size 2, size 3 in the AR of 10, 10, 5, 3. അതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് AR of 0, 0, 0 ആൻഡ് ലാസ്റ്റ് എലമെൻ്റ് AR of 9, 4, 2. ലാസ്റ്റ് എലമെൻറ്റ്
ടോട്ടൽ എലമെൻറ്റ് എത്ര എലമെൻറ്റ് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈസിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 150 എലമെൻറ്റ്സ് ഉണ്ടാവും. ഇതാണ് 3 ഡൈമെൻഷണൽ അറേ. ഓക്കെ, ഒരു 2 ഡൈമെൻഷണൽ അറേക്കകത്ത് അടുത്തൊരു അറേ വന്നു കഴിഞ്ഞാൽ 3 ഡൈമെൻഷണൽ അറേ. 4 ഡൈമെൻഷണൽ ആണെങ്കിൽ 3 ഡൈമെൻഷണൽ അറേക്കകത്ത് വേറൊരു അറേ വന്നു കഴിഞ്ഞാൽ 4 ഡൈമെൻഷണൽ അറേ. ഇങ്ങനെ പോകും. ഇത്രയാണ് അറേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഞാൻ പ്രോഗ്രാം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാണ്, ഡയറക്റ്റ്ലി അങ്ങ് പറയാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രോഗ്രാം ലെവല് ഈ വർഷം ഇല്ലാത്തത് കൊണ്ടാണ് പ്രോഗ്രാമിംഗ് ലെവലിലേക്ക് ഞാൻ പോയാലും നിങ്ങൾക്കത് ടഫായിരിക്കും. അതുകൊണ്ടാണ് അൽഗോരിതംസ് ഞാൻ ഫോളോ ചെയ്തത്. എനിക്ക് പഠിപ്പിക്കാൻ എളുപ്പം പ്രോഗ്രാമിംഗ് ലെവലിൽ നിന്ന് പഠിപ്പിക്കുന്നതാണ് എനിക്കെളുപ്പം. പക്ഷേ എങ്കിൽ നിങ്ങൾക്കത് പറയാത്തത് കൊണ്ട്, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇയറിൽ പ്രോഗ്രാമിംഗ് ലെവൽ അവർ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തത്. അടുത്ത നെക്സ്റ്റ് സെക്ഷനിൽ നെക്സ്റ്റ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. താങ്ക് യു.